ഇനി എത്ര വലിയ പ്രതിഷേധം ഉണ്ടായാലും അതിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആണ് ഇന്ന് പാലക്കാടിൻ്റെ കൗതുകമുള്ള കാഴ്ച. ഇത് പറയാൻ കാരണം ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. പക്ഷേ പാലക്കാട്ടേക്ക് വന്നാൽ കാല് കുത്തിക്കില്ല, കാല് വെട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്ന DYFIയുടെയും BJPയുടെയും പ്രവർത്തകർ തുടർച്ചയായി രാഹുലിന് മുന്നിൽ പരാജയപ്പെടുകയാണ്. ആദ്യം ഔദ്യോഗിക പരിപാടികൾ അല്ലെങ്കിലും തടയുമെന്ന് പറഞ്ഞു 38ാം ദിവസം രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ സജീവമായി. അതിനുശേഷം തടയാൻ കഴിയാത്ത ഇവർ പറഞ്ഞു ഇനി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ ഒരിക്കലും വിടില്ല, അങ്ങനെയുള്ളൊരു പരിപാടി പാലക്കാട്ട് നടക്കില്ല എന്നുള്ളത്. പക്ഷേ ഔദ്യോഗിക പരിപാടി ആദ്യത്തേത് പാലക്കാട് ബാംഗ്ലൂർ ബസ് സർവീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഒരാളെയും അങ്ങോട്ട് കണ്ടിട്ടില്ല പ്രതിഷേധക്കാരെ. രണ്ടാമത് കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പരിപാടി നടന്നു. അതിലും ഈ പ്രതിഷേധക്കാർ പരാജയപ്പെട്ടു. ഇന്നിതാ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമായ പിരായിരി പഞ്ചായത്തിലെ പൂഴിത്തോട് എന്ന സ്ഥലത്ത് ഒരു റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പരിപാടി നടക്കുകയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടം പലപ്പോഴും ആരെയും അറിയിക്കാതെ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധക്കാർ കരച്ചിലോട് തുടങ്ങിയപ്പോഴാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ ആ പരിപാടിക്ക് ക്ഷണിക്കുന്നവരും ആദ്യം തന്നെ ഫ്ലക്സ് ബോർഡ് വെക്കുകയായിരുന്നു. 13ാം തീയതി ഇത്ര മണിക്ക് രാഹുൽ മാങ്കൂട്ടം പിരായിരി പഞ്ചായത്തിലെ പൂഴിത്തോടെത്തുമെന്നും ഈ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്നുള്ള പച്ചയായ ബോർഡ് അവിടെ വെച്ചതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു. എന്നിട്ടും പ്രതിഷേധിച്ചില്ലെങ്കിൽ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കരുതിയ DYFIയും BJPയും, അതായത് CJP സഖ്യം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് നൂറുകണക്കിന് വരുന്ന DYFIയും BJPയും ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പാലക്കാട്ടെ പിരായിരി പഞ്ചായത്തിൽ കണ്ടത്. അത്രയും വലിയ പ്രതിഷേധം തുടർന്നും വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഈ പ്രതിഷേധക്കാരുടെ നടുവിലൂടെ നടന്ന് ആ ഭാഗത്തുള്ള വീടുകളിലുമെല്ലാം കയറി പലരെയും കണ്ട് സ്നേഹപ്രകടനം നടത്തി. അതിനുശേഷം ഈ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് കടന്നുപോയത്. അപ്പോഴും ഈ പ്രതിഷേധക്കാർ അവിടെ നിന്ന് ഓരിയിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അറിയാതെ രാഹുൽ മാങ്കൂട്ടം ചിരിച്ചുകൊണ്ട് തന്നെ അവർക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പാലക്കാട്ടിനെ കൗതുകം ആക്കിയത്. അങ്ങനെയുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ നാട്ടിലെ ജനങ്ങൾ 18,000-ലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്
ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഞാൻ യുവജന സെക്രട്ടറിയുടെ അധ്യക്ഷനായിരുന്ന ഒരാളാണ്. ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ്. ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുത്താം. മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ വീട് കയറുമ്പോ ഭരണ വീടുകൾ സുഖമില്ലാത്ത ആളുകളുടെയൊക്കെ വീടുകൾ കയറുമ്പോൾ എന്തൊരു പ്രയാസമാണ്. ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബുദ്ധിമുട്ട്. ുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു. കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോ ചോദിക്കുന്നത്, അമ്മയോട് ചോദിക്കുന്നത്, എന്റെ കൈ എവിടെ ഉമ്മ എന്ന. ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ്, നമ്മുടെ പാലക്കാട്ടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലം. അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ. പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ്. ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രം. നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ തവണ തീർന്നേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായരി പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് നമ്മൾ ജയിക്കും, കേരളവും നമ്മൾ ജയിക്കും. അങ്ങനെ ജയിക്കുമ്പോ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടേക്ക് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഷമീർക്ക് ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെവി വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇവിടെ താഴെ പാടത്തോട് ഇവിടെ ഒരു റോഡുണ്ട്. അത് നടപ്പാതെ ഒരുക്കുവാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം MLA ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. പറയുന്നില്ലല്ലോ, പ്രഖ്യാപിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഷമീറക്കയുടെ ആവശ്യം നാടിന്റെ ആവശ്യമാണ്. 10 ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകളും നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന്, നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ മുഖച്ഛായയാകെ മാറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.